കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ 20ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോട്ട് തുടക്കമായി. പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 3 ദിവസങ്ങളിലായി കാസർഗോഡ് ജയ്വാസ് മാനസ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ അച്യുതാനന്ദൻ നഗറിലാണ് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ 20ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് രാവിലെ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P. കരുണാകരൻ പതാക ഉയർത്തി. തുടർന്ന് സ്വാഗത ഗാനത്തോടെയാണ് വേദിയിൽ നടപടികൾ ആരംഭിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രമുഖ തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നായ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു മുൻമേഖലാ സേവന സ്ഥാപനമായിട്ടുള്ള ജനതോറിറ്റിയിലെ ജീവനക്കാരുടെ സമരസംഘടനയായ നമുക്ക് ആ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ മുന്നിലേക്കുള്ളത് മറന്നുപോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പൂർവാധികം ശക്തിയായി നമ്മുടെ സംഘടനയുടെ സംഘടനാ ശരീരത്തെ കാത്തുസൂക്ഷിക്കാനും അതിവേഗത്തിൽ അതിന്റെ വളർച്ചയും ശക്തിയും വിപുലീകരണവും സാധ്യമാക്കാൻ കഴിയുന്നവരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാവുന്ന കാര്യപരിപാടികൾ ഈ സമ്മേളനം ഏറ്റെടുക്കണം, ചർച്ച ചെയ്യണം, തീരുമാനമുണ്ടാകണം എന്നുള്ളത് CITU സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി എന്നോട് അഭ്യർത്ഥിക്കുകയാണ്. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് P. കരുണാകരൻ അധ്യക്ഷനായി. L. മിനിമോൾ രക്തസാക്ഷി പ്രമേയവും A. രാജു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു. NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MP ശശിധരൻ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹൻ, അക്വ ജനറൽ സെക്രട്ടറി S. തമ്പി, പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നേതാവ് മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. A. സുധാകരൻ നന്ദി പറഞ്ഞു. അവസാന ദിനമായ ശനിയാഴ്ച രാവിലെ 11:30 നടക്കുന്ന ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം MV ജയരാജനും വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം M. രാജഗോപാലും ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.